കോവിഡ് കാലത്ത് നിർത്തിവെച്ച കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ ഭാരതവും ചൈനയും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ചൈനയുടെ അഭ്യർത്ഥനയ്ക്കും ഭാരതം തത്വത്തിൽ അനുമതി നൽകി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം സാധ്യമായത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ദ്വൈദിന ചൈന സന്ദർശനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഈ വർഷം വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കും. ഡൽഹിയിൽ നിന്ന് ബീജിംഗിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാനുള്ള ചൈനയുടെ അഭ്യർത്ഥനയ്ക്കും ഭാരതം തത്വത്തിൽ അനുമതി നൽകി. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളിലെ ജലവൈദ്യുത പദ്ധതിയിൽ സഹകരണം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ ചൈന വിദഗ്ധതല ചർച്ചയ്ക്കും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. 2020 കൊറോണ കാലത്താണ് കൈലാസ മാനസ സരോവർ യാത്ര നിർത്തിവെച്ചത്. എന്നാൽ ഗാൽവാൻ മേഖലയിൽ കടന്നുകയറാൻ ശ്രമിച്ച ചൈനീസ് പട്ടാളവുമായി ഭാരതത്തിന്റെ സൈന്യം നേർക്കുനേർ ഏറ്റുമുട്ടിയതോടെ പകർച്ചവ്യാധി ശമിച്ചിട്ടും കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാനായില്ല. ഇതര രാഷ്ട്രങ്ങളിലുള്ളവർക്ക് യാത്രയ്ക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് ചൈന വിസ അനുവദിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരതവും ചൈനയും തമ്മിൽ നിരവധി ചർച്ചകൾ നടത്തി. ഇതിന്റെ ഫലമായി കിഴക്കൻ ലഡാക്കിലെ LACയിൽ ഇരു രാജ്യങ്ങളും നിർത്തിവെച്ച പട്രോളിംഗ് പുനരാരംഭിച്ചു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് ചൈന അനുമതി നൽകിയതും വ്യാപാര വാണിജ്യ ബന്ധമടക്കം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം കൂടിയാണ്. ജനം, ഡൽഹി.